ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കർഷകരുടെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായ 2 ജില്ലകളാണ് വയനാട്, ഇടുക്കിയൊക്കെ. നമ്മുടെ ജനം കാർഷിക വൃത്തിക്ക് വേണ്ടി മണ്ണ് തേടി നടത്തിയ തീർത്ഥാടനമുണ്ട്. ആ തീർത്ഥാടനത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ 2 ജില്ലകളാണ്, ഒന്ന് വയനാടും ഇടുക്കി. പലപ്പോഴും കർഷകനെ കയ്യേറ്റക്കാരനായിട്ട് കാണുന്ന ഒരു പ്രവണത പലരും കാണാറുണ്ട്. എന്നാൽ കർഷകൻ കയ്യേറ്റക്കാരനല്ല. കർഷകൻ ഈ സമൂഹത്തെ തീറ്റിപ്പോറ്റുന്ന അന്നദാതാക്കളാണ്. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങൾക്ക് പലപ്പോഴും അതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം ഉൽപ്പന്നങ്ങളിലൂടെയോ സർക്കാരിൽ നിന്ന് പ്രതിഫലമായി ഒന്നും ലഭിച്ചിട്ടുള്ളവരല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ മണ്ണിനോടുള്ള വലിയ പ്രേമം, ഈ നാടിനോടുള്ള നിങ്ങളുടെ ആത്മസമർപ്പണം, ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ലെന്നുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വലിയ ദൃഢപ്രതിജ്ഞ, അങ്ങനെ അന്നം വിളയിക്കാൻ നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് കർഷകരായിട്ടുള്ള നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കാർഷിക വൃത്തി ഒരു വെറും പണിയല്ല, അതൊരു ദൈവത്തിൻ്റെ വിളിയാണ്. അതിൻ്റെ പിറകില് ദൈവത്തിൻ്റെ ഒരു നിയോഗം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ കാണണം. ആദാമിനെ അനുഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, നീ നിന്റെ നെറ്റിയിൽ വിയർത്തുകൊണ്ട് ആഹാരം ഭക്ഷിക്കുക. ഒരുപക്ഷെ ഒടയതമ്പുരാൻ നൽകിയ കൽപ്പന അതിൻ്റെ അന്തസത്തയിലും അർത്ഥത്തിലും ആത്മാർത്ഥതയോടുകൂടെ ഒരു ആധ്യാത്മികതയായിട്ട് കണ്ട് ജീവിച്ചവരാണ് നിങ്ങളെല്ലാം. ഈ നാടിനെ തീറ്റിപ്പോറ്റാൻ മുതുക് തല്ലി പണിയെടുത്ത നിങ്ങളുടെ പാതാരബന്ധങ്ങളെ തൊട്ട് ഞാൻ നിങ്ങളെ പ്രണമിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്. നിങ്ങൾ ആരംഗീകരിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഒരു ഐശ്വര്യമുണ്ട്. ആ ഐശ്വര്യം നാട്ടുകാരെ പറ്റിച്ചതിൻ്റെ അല്ല, നാട്ടുകാരെ തീറ്റിപ്പോറ്റിയതിൻ്റെ സംതൃപ്തിയുടെ, സന്തോഷത്തിൻ്റെ, അതിൻ്റെ ഒരു ഐശ്വര്യമാണ്. ഞാൻ 3 കൊച്ചു കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, കാർഷിക വൃത്തി ഒരു ദൈവവിളിയാണ്. അതിലെ ഒരു ആധ്യാത്മികതയുണ്ട്. ആ ആധ്യാത്മികത ക്രൈസ്തവമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചവരാണ്. എല്ലാ മതങ്ങളും കർഷകരുണ്ട്. അവരൊക്കെ തന്നെ ഈ ഭൂമിയിൽ പണിയെടുക്കുന്നതും ഇവിടെ ഭക്ഷ്യവിളകൾ ഉണ്ടാക്കുന്നതൊക്കെ പണം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമൊന്നുമല്ല. ഈ മണ്ണിനോടും ഈ നാടിനോടും ദൈവം കൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലെ കൂട്ടുപങ്കാളികളായവരാണ്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരിക്കലും തളരാൻ പാടില്ല. നിങ്ങൾ തളർന്നാൽ ഈ നാട് പുറകോട്ട് പോകും. ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതിഫലമോ വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള വിലയോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കഠിനാധ്വാനം കൊണ്ട് ഈ നാടിനുണ്ടായിട്ടുള്ള അഭിവൃദ്ധി, ഒരുപക്ഷെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ കാരണവന്മാരുടെ മക്കൾ ആരും തന്നെ കാർഷിക വൃത്തിയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ചാച്ചന് പറ്റിയ മണ്ടത്തരം ഞങ്ങൾക്കുണ്ടാകരുതെന്ന് കരുതി നാട് വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ആ പ്രവണത നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്.
കർഷകർക്ക് സമൂഹം കൊടുക്കേണ്ട അംഗീകാരം കർഷകർക്ക് കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുടെ അടയാളമാണ് ഈ നാട് വിട്ടു പോകാനുള്ള പ്രവണത. ഈ നാട് വിട്ടു പോകാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ കർഷകനും ഇവിടെ അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും കൂടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ശ്രമിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിച്ച ഒരാള് ജീവിതകാലം മുഴുവൻ വലിയ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. അവരോടൊന്നും എനിക്കൊരു അസൂയോ എതിർപ്പൊന്നുമില്ല, അവർക്ക് അർഹിക്കുന്നതാണ്. പക്ഷെ അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും അവർ വാങ്ങിച്ച ശമ്പളത്തിന് തത്തുല്യമായിട്ടുള്ള പെൻഷൻ വാങ്ങിക്കാൻ അവരെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഒത്താശയോടുകൂടെ അനുവദിക്കുന്നുണ്ട്. അതിനുവേണ്ടി എതിർപ്പില്ല. പക്ഷെ കർഷകന്റെ കാര്യത്തിൽ ശബ്ദിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് ഇല്ല. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടികൾ ഉണ്ടാകാം, വിരോധമില്ല. പക്ഷെ കർഷകന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ല. കാരണം കർഷകന്റെ വോട്ട് ഒരു നിർണായകമായ ഘടകമാകാൻ മാത്രം വലുതല്ലെന്ന് ഉള്ള കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ കർഷകനും അർഹിക്കുന്ന അംഗീകാരം ഈ സമൂഹത്തിൽ കൊടുക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് അന്നം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടെത്തിപ്പെടും. ഇവിടെ എല്ലാം വിളയണം. അത് വിളയാനായിട്ട് കർഷകൻ പണിയെടുക്കണം. പണിയെടുക്കുന്ന കർഷകന് അർഹമായിട്ടുള്ള അംഗീകാരവും പാരിതോഷികവും തിരിച്ചു നൽകാനും കൂടെ ഈ സമൂഹത്തിന് കടപ്പാടുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് ഉണ്ട്.